23 ഇയേഴ്സ് ഓഫ് തെരേസയിൽ പല ടൈപ്പ് ഓഫ് ബ്രൈഡ്സിനെയാണ് നമുക്ക് കാണാൻ കിട്ടാറുള്ളത് കേട്ടോ. 3 സെഗ്മെന്റ്സിൽ പെടും. ആദ്യത്തെ ഒരു ടീമിന് ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ വേണമെന്ന്. ചേച്ചി കല്യാണമായി, എനിക്ക് ഇത്ര സാധനം വേണം. രണ്ടാമത്തെ ആൾക്കാർ പറയുന്നത് ചേച്ചി ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടമാണ്, ഈ ടൈപ്പിലാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. മൂന്നാമത്തെ പാർട്ടീസ് എന്ന് വെച്ചാൽ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇതുപോലെ തന്നെ വേണം. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആൾക്കാർ വരുന്നതാണ് നമ്മളെ കൊണ്ടത് കറക്റ്റ് ഒരു റെഫറൻസ് കാണിക്കുകയാണ്. ചേച്ചി എനിക്ക് ഇങ്ങനെ വേണം, പക്ഷെ എനിക്ക് ഇത്രയും ബഡ്ജറ്റേ വരാൻ പാടുള്ളൂ. ബഡ്ജറ്റ് വൈസും കൂടെ ആയിട്ട് സാരിയും ബ്ലൗസും എല്ലാം കൂടെ എത്തിക്കുകയും കൂടെ വേണം. എന്നാൽ അവരുടെ ആ എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യുകയും വേണം. ശരിക്കും കുറച്ച് ടഫാണ് അങ്ങനെ വരുമ്പോൾ, എന്നാലും ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. അങ്ങനെയുള്ള ഒരു ബ്രൈഡായിരുന്നു നമ്മുടെ അനു വന്നു കഴിഞ്ഞപ്പോൾ അനുവിന്റെ കയ്യിൽ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഫുള്ളി വർക്ക്ഡ് ബ്ലൗസ് ആൻഡ് മിനിമൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു നെറ്റഡ് സാരി മതി എന്നുള്ളതായിരുന്നു അനുവിന്റെ ആഗ്രഹം. അമ്മയും അനുവും കൂടെയാണ് കേട്ടോ വന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് അനു ബഡ്ജറ്റ് വൈസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, എന്നിട്ട് സൈഡ് ബോർഡേഴ്സിൽ മാത്രം മിനിമൽ ആയിട്ട് വർക്ക് ചെയ്തെടുത്താൽ മതി എന്നുള്ളത് ഒരു ഐഡിയ കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിൽ ആദ്യം മെറ്റീരിയൽസ് നോക്കി. അപ്പൊ ലിസയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഡിസൈനർ നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. ലിസയും ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അനുവിന്റെ മനസ്സിൽ ആ ഒരു റെഫറൻസ് പിക്ചറിലുള്ള എംബ്രോയിഡറി ഡിസൈൻസ് മാഞ്ഞു പോകുന്നുമില്ല. ഈ ഡിസൈൻസ് തൊട്ട് കാണിക്കുമ്പോൾ ആൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുമില്ല. അപ്പൊ ആൾക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവമാണ് വേണ്ടത്, നല്ലതാണെങ്കിൽ ചെയ്യാം ചേച്ചി എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രയലിന് വരികയാണ്. ബ്ലൗസും ഓൾമോസ്റ്റ് സ്റ്റിച്ച്ഡ്, സാരിയുടെ ബോർഡേഴ്സ് എല്ലാം നെറ്റിൽ വർക്ക് ചെയ്തെടുത്തു. വന്ന് ഇട്ട് ഉടുത്തു കഴിഞ്ഞപ്പോൾ അനുവിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും പപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അവർക്ക് ആകെ ടെൻഷൻ, ഇത് നെറ്റല്ലേ സാരി, ബ്ലൗസിന്റെ ലെങ്ത് ഇത് മതിയോ, അപ്പോൾ ലെങ്ത് കുറഞ്ഞു പോയി എന്നുള്ളത് പപ്പായ്ക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ പിന്നത്തെ സ്റ്റേറ്റ് ആയി, ചേച്ചി എന്നാൽ നമുക്കിത് ഗൗണാക്കാം എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കായി ആള്. കാരണം പപ്പയ്ക്ക് ടെൻഷൻ ആവുന്നു, അമ്മയ്ക്ക് ടെൻഷൻ ആവുന്നു, നെറ്റഡ് സാരിയാണ്. ചേച്ചി എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ വേണോ? കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കുമ്പോൾ അവരുടെ കംഫർട്ടും അവരുടെ സന്തോഷവും കൂടെ മക്കൾ ആലോചിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു അതിന്റെ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പൊ ഞാനും ഈ പർച്ചേസിന് പോണ ടൈം ആയതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ടെൻഷൻ, ഇനി ഇത് എന്ത് ചെയ്യും. പിന്നെ കുറച്ച് നമ്മൾ വീഡിയോ കോളിലൊക്കെ വിളിച്ചു. പിന്നെ ലിസ റൈസ്ഡ് അപ് ടു ദ ഒക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നമുക്ക് ടോപ്പിന്റെ ലെങ്ത്, ഐ മീൻ ബ്ലൗസ്, സാരി ബ്ലൗസ് ഒരു ചെറിയ ഇങ്ങനെ ഒരു ആലിയ ഫോമിലുള്ള ഒരു കട്ടിങ് പോലെയുള്ളതായിരുന്നു ഫ്രണ്ട് ബ്ലൗസ്. അപ്പൊ നമുക്ക് അതിന്റെ ലെങ്ത് ഒന്ന് കൂട്ടി കുറെ നല്ലൊരു ഹാങ്ങിങ്സും ഡ്രോപ്സും കൂടെ കൊടുക്കുമ്പം ഈ ഒരു ഭാഗം അത്ര എവിഡന്റ് ആയിട്ട് കാണണ്ട എന്നുള്ളതായിരുന്നു കൺസേൺ. പിന്നെ നമ്മൾ അങ്ങനെ നെറ്റിനെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് അതിലേക്ക് എംബ്രോയിഡറി പോലെ ചെയ്തെടുത്ത് ഹാങ്ങിങ്സും കൂടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സാരി ബ്ലൗസ് ആയിട്ട് അത് മാറി കേട്ടോ. അപ്പൊ അത് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു പാറ്റേണും കൂടെ ആയിരുന്നു. അങ്ങനെ പല മിനുക്കുപണികളോടുകൂടി ആ ബ്ലൗസ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, റെഫറൻസിൽ നിന്ന് ഡിഫറെന്റ് ആണെങ്കിലും ടേൺഡ് ഔട്ട് ടു ബി എ ബ്യൂട്ടിഫുൾ പാറ്റേൺ കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പോഴും ഞാൻ പറയും, ബ്രൈഡ്സിന് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ വാസ് എ ബെസ്റ്റ് വൺ ടു ബി ഡൺ. പിന്നത്തെ പ്രാവശ്യം അനുവും ഫാമിലിയും കൂടെ ട്രയലിന് വന്ന് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മുഖം തെളിഞ്ഞു. പതുക്കെ അപ്പയുടെ അമ്മയുടെ മുഖത്തോട്ട് നോക്കി, അവരും ഹാപ്പി. അനുവിന്റെ മുഖത്ത് ആ ചിരി കണ്ടോടുകൂടി ഞങ്ങളും കോൺഫിഡന്റ് ആയി. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി ബ്ലൗസും നമുക്ക് റെഡി ആയിട്ട് ആ ബ്രൈഡിന് കൊടുക്കാൻ പറ്റി. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ ട്രയൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബ്രൈഡ്സിന്റെ മുഖത്തുണ്ടാവുന്ന ഒരു തിളക്കവും ഒരു സന്തോഷവും, അതുപോലെ തന്നെ അവരുടെ ഫാമിലിയുടെയും, അത് കാണുന്നതിന് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ.